Good morning. Today going to talk about issue with the medical records. Problems of medical record എന്ന് പറയുന്ന 7th യൂണിറ്റിലെ പോർഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഹോസ്പിറ്റൽ റെക്കോർഡ് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിലെ പോർഷനാണിത്. അതിൽ 3 പോയിൻറ്റ്സ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തതാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഹൈറ്റ് ആൻഡ് വെയിറ്റ് ആണ്. ഇനി മെഡിക്കൽ റെക്കോർഡ്സിൽ നമ്മൾ ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് കെയർ ചെയ്തിട്ട് വേണം ഹൈറ്റ് ആൻഡ് വെയിറ്റ് റെക്കോർഡ് ചെയ്യാൻ. ദെൻ അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാനായിട്ട് പാടില്ല. ഇപ്പോൾ നമ്മളിവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. Mr. J noted weight 150 lb on Friday in this nursing home. On Saturday, he was transferred to hospital. After 2 days, Mr. J returned to nursing facility. Staff documented attendance weight 133 lb. Then did the patient lose 17 lb in 2 days? 2 ദിവസം കൊണ്ട് ഇത്ര വ്യത്യാസങ്ങൾ വന്നു. 17 lb അതിൽ പൗണ്ട് കുറവുണ്ടായോ എന്നുള്ളത് ചോദിക്കും. അപ്പോൾ അത് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. ബട്ട് വാട്ട് ഇസ് ദ അബൌട്ട് ദ കെയർ വർക്ക് ഗിവിങ് ഇഫ് യു കനോട്ട് പ്രോപ്പർലി റെക്കോർഡ് ദ ബോഡി വെയിറ്റ് എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ മെയിനായിട്ട് വരുന്ന മിസ്റ്റേക്ക് വരുന്ന സാധ്യതയുള്ള പ്രോബ്ലംസ് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ് ഇതിൽ മെയിനായിട്ട്. അപ്പോൾ ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഒക്കെ പ്രോപ്പറായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഇനി വരുന്നത് മീൽ ഇൻടേക്ക് റെക്കോർഡ്സ്. ഇതുപോലെ തന്നെ കഴിക്കുന്ന ഭക്ഷണം കൃത്യമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, കഴിക്കുന്നില്ല, എത്ര അളവ് കഴിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഗുഡ്, ഫെയർ, പോർ ആൻഡ് റെഫ്യൂസ്ഡ് മീൽ അങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ 19 എൻട്രീസ് 30 ദിവസത്തേക്കാണെങ്കിൽ അതിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് റിസീവ് മീൽസ് ആണെങ്കിൽ അവിടെ നമ്മൾ ടിക്ക് ചെയ്യുന്നു. ഗുഡ് ആണെങ്കിൽ ഫുള്ളായിട്ട് നല്ലതായി ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഗുഡ്, അല്ലെങ്കിൽ പിന്നെ ഫെയർ, അല്ലെങ്കിൽ പോർ, അങ്ങനെയാണ് നമ്മൾ. പേഷ്യൻ്റ് ഇപ്പോൾ ദെൻ 80 ഔട്ട് ഓഫ് 90 മീൽസ് 1 മന്ത്, അതായത് 90 ദിവസത്തിൽ 80 ദിവസം നമ്മൾ കഴിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ദിവസം നമ്മൾ ബ്ലാങ്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ കഴിച്ചിട്ടില്ല എന്നുള്ളത്. ഇനി നമ്മൾ സാധാരണ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ ഒരേ പെന്നുകൊണ്ട് ഒരേ ആൾ തന്നെ ഇത് ഫുള്ളായിട്ട് എൻ്റർ ചെയ്ത് വയ്ക്കും. അത് ഒരേ ഹാൻഡ് റൈറ്റിങ്. അത് നമുക്ക് എന്ത് ചെയ്യും? അങ്ങനെ ചെയ്യുന്നതാണ് ഡ്രൈ ലാബിങ് എന്ന് പറഞ്ഞാൽ. ഒരു ചീറ്റിംഗ് ആണ്, ഫോംസ് ഓഫ് ചീറ്റിംഗ് ആണ്. അതായത് ശരിക്കും കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം ഇത് എഴുതാനായിട്ട്. അങ്ങനെ ചെക്ക് ചെയ്ത് എഴുതുമ്പോൾ ഷിഫ്റ്റ് വരുന്നതിനനുസരിച്ച് പരസ്പരം മാറാനുള്ള സാധ്യതയുണ്ട്, ആൾക്കാർ മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ വെറുതെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് പ്രോപ്പർ ആവില്ല. അതൊക്കെ നമുക്ക് സമൻസ് വരുമ്പോൾ കേസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ്. മെഡിക്കൽ റെക്കോർഡ്സ് അതിൻ്റെ സ്റ്റാൻഡേർഡ് കൺസെൻറ്റ് ഫോംസ്, മിനിമൽ നരേറ്റീവ് നോട്ട്സ്, നമുക്ക് അതിൻ്റെ നോട്ട്സ് കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. നമ്മൾ ലിസണിങ് ആൻഡ് ഹിയറിംഗ് ആർ 2 വെരി ഇമ്പോർട്ടൻറ്റ് ആക്ട്. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് നീഡ് ടു എൻഷുർ ദെയർ പേഷ്യൻറ്റ് ഹിയർ ദം ആൻഡ് റിപ്പീറ്റ് ബാക്ക് വാട്ട് ഹാസ് സെഡ്. അതായത് നമ്മൾ പറയുമ്പോൾ അത് കൃത്യമായിട്ട് അവർ കേട്ടിട്ട് മനസ്സിലായിട്ട് തന്നെയാണോ ചെയ്യുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അല്ലാതെ തെറ്റായ രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷെ അവർക്കത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് പാടില്ല. ഇനി ഇൻകംപ്ലീറ്റ് അസസ്മെൻറ്റ്. ദെൻ അസസ്മെൻറ്റ് ദ എൻഡർ സെക്ഷൻസ് ലെഫ്റ്റ് ബ്ലാങ്ക് നോട്ട് അൺയൂഷ്വൽ. നമ്മൾ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു കോളംസ് ഇടാൻ പാടില്ല. അതായത് 2-3 പേജുള്ള ഒരു അഡ്മിറ്റ് ഫോം ഉണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത ഫോമുകൾ നമ്മൾ ആദ്യം തന്നെ മാറ്റണം. അതിൻ്റെ ഉള്ളിൽ ആവശ്യമുള്ള ഫോമുകൾ വെക്കണം. ആ ഫോമുകളിൽ നമ്മൾ കോളംസ് എഴുതണ്ട, അപ്പോൾ നിങ്ങൾ വിട്ടോളൂ എന്ന് പറയുന്ന രീതിയിലുള്ള കോളംസ് ഉണ്ടാവാനായിട്ട് പാടില്ല. അത് ഡിലീറ്റ് ചെയ്യുക. ആവശ്യമുള്ള കോളംസ് മാത്രം പ്രൊവൈഡ് ചെയ്യുക. അതിലെന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഫില്ല് ചെയ്തിരിക്കണം. പിന്നെ കലോറി കൗണ്ട്സ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അസുഖമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഓർഡർ റിക്വസ്റ്റ് 3 days of meals recorded in the number of calories, grams or proteins consumed. കമ്മ്യൂണിക്കേഷൻ ഈസ് അറ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് സെർവിങ് ദ മീൽ. ഓരോ മീലും സെർവ് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞാൽ ട്രേ മാറ്റുന്നതിന് മുമ്പ് അവർ എത്ര ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, എത്രയാണ് കഴിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തിരിക്കണം. അതും ഇതുപോലെ റെക്കോർഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ക്രിയേറ്റിംഗ് ഗ്യാപ്പ് ബിറ്റ്വീൻ ക്ലിനിഷ്യൻ ഡ്യൂട്ടി ബൗണ്ട് ടു ഫോളോ ഫിസിഷ്യൻ ഓർഡേഴ്സ്. ആ ഫിസിഷ്യൻ്റെ ഓർഡർ അനുസരിച്ച് കൃത്യമായിട്ടുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിരിക്കണം. ഓക്കെ, താങ്ക് യു.